നമസ്കാരം. പാവം പിണറായി വിജയൻ തൻ്റെ മകളുടെ അക്കൗണ്ടിൽ ആകെ 2,78,00,000 രൂപ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതും മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കർത്തയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ മകളുടെ ഷെൽ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനിലേക്ക് ആദ്യം 1,73,00,000 രൂപയും പിന്നെ ഓരോ മാസവും എക്സാലോജിക്കിലേക്ക് 3,00,000 രൂപയും മോളുടെ അക്കൗണ്ടിലേക്ക് 5,00,000 രൂപയും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ 2,78,00,000 രൂപയാണ് നമ്മളെ പിണങ്ങാണ്ടി ദൈവം കൃത്യമായി മകളെ കൊണ്ട് മേടിപ്പിച്ചത്, മകളുടെ അക്കൗണ്ടിലേക്ക് വരുത്തിച്ചത്. എന്നാൽ എല്ലാവരും പിണങ്ങാണ്ടി ദൈവം ഭയങ്കര ദൈവമാണ്, കാരണബുധൻ ഭയങ്കര ദൈവമാണ്, അതുകൊണ്ട് ആരും അങ്ങോട്ട് വരില്ല, നമ്മൾ പറയുന്നതാണ് അവസാന വാക്ക് എന്നാണ് അദ്ദേഹം വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ അക്കിടി പറ്റിയിരിക്കുന്നു. എല്ലാം പോയാച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി. അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. യാതൊരു സേവനവും കൂടാതെ തൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് 2,78,00,000 രൂപ വാങ്ങിയതാണെന്ന്. വേറെ പുകിൽ വേണോ? നേരത്തെ നിയമസഭയിൽ പറഞ്ഞത് ആ PV ഞാനല്ല, ഈ PV എന്നാണ്. പിന്നെ ഏത് PV ആണ്? അതായത് അതിനകത്ത് പറയുന്നത് വീണാ വിജയൻ്റെ അച്ഛൻ പിണറായി വിജയൻ എന്നാണ് പറയുന്നത്, PV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛൻ പിണറായി വിജയനാണ്, അതായത് വീണാ വിജയൻ്റെ അച്ഛൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ്. അപ്പോൾ അങ്ങനെയല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഞാൻ ആ PV അല്ല, ഈ PV എന്ന് പറഞ്ഞത്. ഏകദേശം 5,000 കോടിയോളം രൂപ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഈ കമ്പനിയെ, ഈ പറയുന്ന CMRL കമ്പനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വാങ്ങി എന്നുള്ളതാണ് സത്യം. അവർ ആ പൈസ വാങ്ങി, ചിലപ്പോഴൊക്കെ ചെറിയൊരു സംഭാവനയൊക്കെ വാങ്ങേണ്ടി വരും. ഈ കാലത്ത് ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരസ്യം വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തണമെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അത് കുറച്ച് പൈസയ്ക്ക് എല്ലാവരും മേടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഈ സംഭവം നടത്തുന്നത്. ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം തന്നെ അവരുടെ CSR ഫണ്ടിൽ ഒരു ഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. BJPക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, മറ്റുള്ള പാർട്ടികൾക്കെല്ലാം കിട്ടുന്നത്, CPMനും കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായ പിണറായി വിജയൻ തൻ്റെ മകൾക്ക് എക്സാലോജിക് സൊല്യൂഷൻ എന്ന സാധനത്തിലേക്ക് പൈസ അയച്ചപ്പോൾ അത് റിക്കാർഡിക്കലി ആണെന്നുള്ള കാര്യം മൂപ്പര് അറിഞ്ഞില്ല. മൂപ്പര് വിചാരിച്ചത് എന്നെ എല്ലാ കാലത്തും അമിത്ഷായും അതേപോലെ നമ്മുടെ നരേന്ദ്രമോദിയും സംരക്ഷിച്ചു കൊള്ളുമെന്നാണ്. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ ഇനി കോൺഗ്രസ് വരില്ല, 2 തവണ കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നില്ലെങ്കിൽ അതോടുകൂടി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് അവരുടെ പിണറായി വിജയൻ്റെ വീടും 2 വീടുകളും മരുമോൻ്റെ റിയാസിൻ്റെ കോഴിക്കോട്ടെ വീടും എല്ലാം റെയ്ഡ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വീണാ വിജയൻ്റെ മൊബൈൽ ഫോണുകളിലെല്ലാം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, അതേപോലെ ലാപ്ടോപ്പ് എല്ലാം പിടിച്ചെടുത്തോടെ അതിലൂടെ 10,000 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നും വിദേശത്ത് പിണറായി വിജയൻ്റെ നിക്ഷേപങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടെന്നും എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. 10,000 കോടി രൂപ പിണറായി വിജയന് ഇവിടെ നേരത്തെ അദ്ദേഹത്തിന് വിദേശത്തുണ്ടായിരുന്നതിൻ്റെ തെളിവാണ് ക്രൈമിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതെനിക്ക് വിദേശത്ത് നിന്ന് കൈ കിട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വീണ ജോർജിനെ ഇറക്കി എന്നെ കള്ളപ്പരാതി കൊടുത്ത് അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു പറഞ്ഞൊരു കള്ളക്കേസ് കൊടുക്കുകയും അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ ഹാജരാക്കി, കോടതിയെ ഹാജരാക്കി. ഏതുവഴി? കോവിഡ് സമയമായതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കി എന്നെ ജയിലിൽ അടച്ചു. പിന്നീട് കോടതി പരിശോധിക്കുമ്പോൾ ഇതിൽ യാതൊന്നുമില്ല, എൻ്റെ കൈവശം ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് വീണ ജോർജിനെ പറ്റിയിട്ട്. പിന്നെ എങ്ങനെയാണ് കേസ് വരിക? അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഉപദ്രവിച്ചു. എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ആ സാധനങ്ങളെ കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ 2021 10,000 കോടി രൂപയുടെ രേഖ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും ഉണ്ടാക്കിയ മുമ്പ് ലാവ്ലിൻ കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ 75 കോടി രൂപ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണെന്ന് സിംഗപ്പൂർ. 3 വർഷക്കാലം മകൻ അവിടെയായിരുന്നു, സിംഗപ്പൂർ സ്ഥിരമായിട്ട് കുടുംബസമേതമായിരുന്നു യാത്ര. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ട് CPM അണികളെ ഇറക്കി വിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്, ആകെ പ്രശ്നമായിരിക്കുകയാണ്.
എന്നാലും ഇന്നലെ ആദായ നികുതി പുറത്തുവിട്ട എൻഫോഴ്സ്മെൻറ്റ് പുറത്തുവിട്ട രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഈ രേഖകളെല്ലാം വളരെ കൃത്യമാണ്. ഞങ്ങൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇല്ലീഗലായിട്ട് ഫണ്ട് വന്നതും യാതൊരു സേവനം നടത്താതെയാണ്. മാത്രമല്ല വീണാ വിജയൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് യാതൊരു സേവനം നടത്തിയിട്ടില്ല എന്നുള്ളത്. വാർത്താക്കുറിപ്പ് ഇന്നലെ പ്രസിദ്ധീകരിച്ച മലയാളത്തിൽ, ഇംഗ്ലീഷാണ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പ്രസിദ്ധീകരിക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചി സോൺ 27/5/2020 മെസ്സേഴ്സ് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അതിൻ്റെ ഡയറക്ടർമാരായി ശ്രീ എൻ ശശിധരൻ കർത്ത, ശ്രീ ശരൺ എസ് കർത്ത, മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ ശ്രീമതി വീണ, അവരുടെ കമ്പനിയായ മെസ്സേഴ്സ് എക്സാലോജിക് സോഷ്യൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി കോട്ടയം, എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ 10 സ്ഥലങ്ങളിലായിരുന്നു ഈ പരിശോധനകൾ. CMRL എന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതിൽ 48.75 ഓഹരികൾ പൊതുജനങ്ങളുടെ കൈവശവും, അതായത് ജനങ്ങളുടെ പൈസ ഉള്ള ഷെയറുള്ള ഒരു കമ്പനിയാണെന്ന് ഓർക്കുക. അവിടെ എന്ത് തട്ടിപ്പെടുന്ന ജനങ്ങൾക്ക് അവകാശമെന്ന് ചോദിക്കാൻ. 13.41% ഓഹരികൾ കേരള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ മെസ്സേഴ്സ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ KSIDC കൈവശവുമാണ്. 31/2/2020 വരെയുള്ള കണക്കനുസരിച്ച് 2019 ജനുവരിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CMRL നടത്തിയ പരിശോധന ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയിരുന്നു. ഈ വ്യാജ ചെലവ് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷന് മുമ്പാകെ CMRL സമ്മതിക്കുകയും ചെയ്തിരുന്നു. CMRL വിവിധ വ്യക്തികൾക്ക് നൽകിയ കൈക്കൂലികളെക്കുറിച്ചും കമ്പനി ജീവനക്കാർ നടത്തിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ചും IATSC അതിൻ്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ SFIOക്ക് സീരിയൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരാതി നൽകുകയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFI അന്വേഷണം ഉത്തരവിടുകയും ചെയ്തു. അത് ആരാണ് SFI അന്വേഷണം കൊടുത്തത്? ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജിൻ്റെ ധീരമായ പോരാട്ടം വഴിയാണ് ഇത് കൃത്യമായി നിയമപരമായിട്ട് അന്വേഷണം ആരംഭിച്ചത്. അതിനെ തുടർന്ന് SFIO അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് SFIO അടങ്ങിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ EDയും PMLA പ്രകാരം അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഈ കേസിൽ അടിസ്ഥാനപരമായ കുറ്റം പ്രെഡിക്കേറ്റ് ഒഫൻസ് നിലവിലില്ലെന്ന് ചൂണ്ടിക്കാട്ടി CMRL കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും 12/4/2024 കോടതി EDയോട് ബലപ്രയോഗ നടപടികൾ പാടില്ല, നോ കോഴ്സീവ് ആക്ഷൻ എന്ന് ഉത്തരവിടുകയും ചെയ്തു. കോർപ്പറേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ ശശിധരൻ കർത്തയ്ക്കും മറ്റ് 12 പേർക്കുമെതിരെ SFIO 3/4/2025 എറണാകുളത്തെ ബഹുമാനപ്പെട്ട അഡീഷണൽ സെഷൻസ് കോടതി 7 മുമ്പാകെ പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തു. SFIOയുടെ പ്രോസിക്യൂഷൻ പരാതി PMLA പ്രകാരമുള്ള ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. SFIO അനുസരിച്ച് CMRL മാനേജിംഗ് ഡയറക്ടർ ശ്രീ SN ശശിധരൻ കർത്തായും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ശരൺ എസ് കർത്തായി ലാഭവിഹിതം ഡിവിഡൻഡ് നൽകാതിരുന്നിട്ടും 2015-16 മുതൽ 2022-23 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മൊത്തം പ്രതിഫലമായി റെന്യൂമറേഷൻ 30.63 കോടി രൂപ കൈപ്പറ്റി. 15 വർഷത്തിനിടയിൽ 152 കോടി രൂപയുടെ വ്യാജ പണച്ചെലവുകൾ വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാൻ ഉപയോഗിച്ചതുണ്ടായതായും SFIO അന്വേഷണത്തിൽ വ്യക്തമായി. കൂടാതെ ശ്രീ ശശിധരൻ കർത്തയുടെ കുടുംബത്തിൻ്റെ ഉടമസ്ഥയുള്ള കമ്പനികൾക്ക് ഗതാഗത സേവനങ്ങൾക്കായി ട്രാൻസ്പോർട്ട് സർവീസ് CMRL 91 കോടി രൂപ നൽകിയതായും ആരോപണമുണ്ട്. CMRL കാണിച്ച വ്യാജ ചെലവുകളിൽ ഒന്ന് മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ ശ്രീമതി വീണയ്ക്ക് നൽകിയ തുകയാണ്. ശ്രീമതി വീണയുടെ 1% കമ്പനിയായ മെസ്സേഴ്സ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് IT കൺസൾട്ടൻസി സർവീസസ് എന്ന വ്യാജേന CMRL നിന്ന് ആകെ 2.78 കോടി രൂപ തട്ടിയതായി കൈപ്പറ്റി. കൂടാതെ എക്സാലോജിക് കമ്പനി കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടും CMRL MD ശ്രീ ശശിധരൻ കർത്ത നടത്തുന്ന മെസ്സേഴ്സ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് EICPL എന്ന കമ്പനി എക്സാലോജിക്കിന് മൊത്തം 50 ലക്ഷം രൂപ വായ്പയായി നൽകി. 26/5/2026 CMRL സമർപ്പിച്ച റിട്ട് ഹർജി കേരള ഹൈക്കോടതി തള്ളി. PMLA പ്രകാരമുള്ള അന്വേഷണം ആരംഭിക്കുന്ന നിയമപരമാണെന്നും അന്വേഷണം തുടങ്ങാൻ അടിസ്ഥാനപരമായ കുറ്റം പ്രെഡിക്കേറ്റ് ഒഫൻസ് മുൻകൂട്ടി തെളിയിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കൂടാതെ വിധി പറയുന്ന തീയതിയിൽ SFIO കോടതിയിൽ പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തതിനാൽ PMLA ഷെഡ്യൂൾ കുറ്റം നിലവിലുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനു മുമ്പ് ED നടത്തിയ അന്വേഷണത്തിൽ ശ്രീ SN ശശിധരൻ കർത്തയുടെ നേതൃത്വത്തിലുള്ള CMRL മാനേജ്മെൻറ്റ് കുറ്റകൃത്യത്തിലൂടെയുള്ള പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടാക്കിയതെന്നും വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകിയതായും കണ്ടെത്തിയിരുന്നു. യാതൊരുവിധ സേവനവും നൽകാതെ ശ്രീമതി വീണ CMRL നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ശ്രീമതി വീണ തിരുവനന്തപുരത്ത് തൻ്റെ പിതാവ് ശ്രീ വിജയനോടൊപ്പം മുഖ്യമന്ത്രി കേരളം
ആയിരുന്നു താമസിച്ചിരുന്നതെന്ന് ഇ ഡിക്ക് രഹസ്യവിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താമസിക്കുന്ന വീട് പരിശോധനയിൽ ഉൾപ്പെടുത്തി. പരിശോധനാ സംഘം ശ്രീമതി വീണ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവരുടെ പിതാവ് ശ്രീ പി വിജയൻ, മുൻ മുഖ്യമന്ത്രി കേരളം, അവിടെ ഉണ്ടായിരുന്നു. പരിശോധനയ്ക്കിടെ കുറ്റകരമായ നിരവധി രേഖകൾ, അക്കൗണ്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ, ബാങ്ക് FD എന്നിവ കണ്ടെത്തി. പരിശോധനയിൽ കണ്ടെത്തിയ ഏകദേശം 242 അക്കൗണ്ടുകളിലുള്ള 18.36 കോടിയോളം രൂപ ഇ ഡി മരവിപ്പിച്ചു. ഫ്രീസ് കണ്ടെടുത്ത തെളിവുകൾ വിശകലനം ചെയ്തു വരികയാണ്. തിരുവനന്തപുരത്ത് ശ്രീമതി വീണയുടെയും ശ്രീ പി വിജയൻ്റെയും താമസ സ്ഥലത്ത് പരിശോധന പൂർത്തിയായതിനു ശേഷം ഇ ഡി പരിശോധനാ സംഘങ്ങളിൽ നേരെ ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തി. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ജനക്കൂട്ടം ഇ ഡി സംഘത്തിൻ്റെ വാഹനങ്ങൾക്ക് നേരെ കല്ലുകളും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ലെന്നും ആക്രമണത്തിന് പിന്നിൽ ചിലർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ഇത് വ്യക്തമാകുന്നു. ഇ ഡി പരിശോധനാ സംഘവും CRPF ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചെന്ന 3 വാഹനങ്ങൾ ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. ആക്രമണത്തിൽ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് കണ്ണിന് പരിക്കേറ്റു. ഇ ഡി കൃത്യമായ നിയമ നടപടികൾ പാലിക്കുകയും ജനക്കൂട്ടത്തിന് നേരെ തിരിച്ച് പ്രതിരോധിക്കുകയോ ഡിയോ CRPF ഉദ്യോഗസ്ഥരോ ജനക്കൂട്ടത്തിന് നേരെ യാതൊരുവിധ ഫലപ്രയോഗവും നടത്തുകയോ ചെയ്തില്ല. ആക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായി ഇ ഡി തിരുവനന്തപുരം പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യത്തിനിടെയുള്ള പണം കണ്ടെത്താനായി CMRൽ നിന്ന് കൈക്കൂലിയോ പണമോ കൈപ്പറ്റിയ മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള അന്വേഷണം ഇ ഡി തുടർന്നു പോകും. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇ ഡി നേരെ ഇവിടെ കേരളത്തിൽ ഒരു കേസ് നടത്താൻ പറ്റാത്തതുകൊണ്ട് നേരെ ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് ഈ ആക്രമണം കാണിച്ച സകല എണ്ണത്തിനെയും പിടിച്ചു കൊണ്ടുപോകും, അവിടെ ജയിലിലിടും. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട് എവിടെയാണെന്ന് പോലും ആർക്കറിയില്ല. എൻഫോഴ്സ്മെൻറ്റ് വളരെ കൃത്യമായി പ്ലാനും പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി. ആക്രമിച്ച് കഴിഞ്ഞാൽ പേടിച്ചൊരു എൻഫോഴ്സ്മെൻറ്റ് പോകുമെന്ന് ഇതുള്ള പിണറായി വിജയൻ്റെ മൗഢ്യമാണ് പൊളിഞ്ഞത്. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് പിണറായി വിജയനും ഭാര്യയും മകളും എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനും, ഇന്നലെ വരെ കരയാത്ത പിണറായി വിജയനും ഭാര്യയും മകളെ ഓർത്ത്, മകൾ ജയിലിലേക്ക് പോകുന്നത് ഓർത്ത്, ഉടനെ അറസ്റ്റ് ചെയ്യുന്നത് ഓർത്ത് കൃത്യമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉടനെ വീണ വിജയനെ സമൻസരിച്ച് വിളിച്ചു വരുത്തിക്കും, അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചു മുടിച്ച പിണറായി വിജയൻ്റെ കഷ്ടകാലം എന്നല്ല എന്താണ് പറയേണ്ടത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നാണ് സ്ഥിതി. 2005 മുതൽ ഞാൻ പിണറായി വിജയൻ്റെ ലാവ്ലിംഗ് കേസ് പുറത്തു കൊണ്ടുവന്ന മുതൽ പിണറായി വിജയൻ ശരിക്കും കള്ളനാണെന്നുള്ള കാര്യം ലോകം അറിയുന്നത്. നന്ദി, നമസ്കാരം.